നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്ക് 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം. ഈ 2025 ഒക്ടോബർ മാസം 18-ാം തീയതി വൈകുന്നേരം മുതൽ 2025 ഡിസംബർ 5 വരെ വേഴഗ്രഹം രാശി മാറിയാണ്. വെറും 2 മാസത്തിൻ്റെ വ്യത്യാസം കൊണ്ട് എന്ത് ഗുണം കിട്ടാനെന്ന് ചിലപ്പം വിചാരിച്ചു. ഒരാൾ നന്നാവാൻ 2 ദിവസം, 1 മണിക്കൂർ, 1 മാസമൊക്കെ കൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും. അപ്പോൾ വേഴൻ 10ലാണ് നിൽക്കുന്നത്, കൊള്ളാം. 11ലേക്കാണ് വരുന്നത്. രണ്ടും വളരെ നല്ലതാണ്. അപ്പോൾ വേഴൻ 10 നിൽക്കുമ്പോൾ നമുക്കൊരു ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാൻ യോഗമുണ്ട്. എല്ലാ ടെസ്റ്റുകളും പരീക്ഷകളും ഇൻ്റർവ്യൂവിനും റിക്രൂട്ട്മെൻറ്റിനും ഒക്കെ പോകണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയാണ്. മക്കൾ പഠിക്കുന്നതിന് ജോലിക്ക് വേണ്ടി. നിങ്ങളിപ്പോഴേ പരിശ്രമിച്ചാൽ ജോലി കിട്ടുമെങ്കിൽ പിന്നെ പഠിക്കണോ? അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ലീവ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. അതുകൊണ്ട് എല്ലാ മക്കളും ജോലി കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തണം. അത് നമ്മൾ അച്ഛനമ്മമാരും പഠിക്കട്ടെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ. ജോലിക്ക് ശ്രമിച്ചാൽ ജോലി കിട്ടും. പിള്ളേരാരും ഈ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളൊന്നും അറിയാൻ താല്പര്യം കാണിക്കില്ല. അച്ഛനമ്മമാരൊക്കെയാണ് കൂടുതൽ വീഡിയോസൊക്കെ കാണുന്നത്. അതുകൊണ്ട് പിള്ളേരുടെ പറയണം, പഠിക്കണം, ജോലിക്കൊക്കെ ശ്രമിച്ചാൽ ജോലി കിട്ടും മക്കളെ എന്ന് പറഞ്ഞവർക്ക് ജോലി കിട്ടും. ആ ജോലി കിട്ടിയാൽ ജീവിതം നന്നാവും, നല്ലതായിട്ട് വരും, ഒരു ജോലി കിട്ടും. പിന്നെ ദേവാലയം, അമ്പലം വയ്ക്കാൻ യോഗം, നഗരസഭ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, സർക്കാർ, കോടതി ഇവരിൽ നിന്ന് സഹായമൊക്കെ കിട്ടും, വിജയം കിട്ടും. മാർഗം, വഴി വെട്ടിക്കാനും റോഡ് വെട്ടാനൊക്കെ യോഗം, വീട് വയ്ക്കാൻ യോഗം. സർവകർമാണി എന്ന് വെച്ചാൽ എന്തൊക്കെ കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ നേടി ജയിക്കും. ചെറിയ ഒരു സംരംഭം ആരംഭിച്ച വലിയ മുതലാളിയായിട്ട് വിജയിക്കാൻ ഉള്ള പ്രവൃത്തികളെ കൊണ്ട് നമുക്ക് നേട്ടങ്ങളും ലാഭങ്ങളും പ്രോഫിറ്റുകളും പ്രവൃത്തി നേട്ടങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ കിട്ടും. വേഴൻ ധനകാരകനും ഭാഗ്യകാരകനും സന്താനകാരകനും ഐശ്വര്യകാരകനൊക്കെയാണ്. അപ്പോൾ ധനത്തിനും സാമ്പത്തികം, ദാമ്പത്തികം, സമ്പത്ത്, സന്തതി, ഐശ്വര്യം ഇതൊക്കെ കിട്ടും. ഉള്ള പിള്ളേർക്ക് വിദ്യയും വിവാഹവും ഉദ്യോഗവും അധികാരമൊക്കെ കിട്ടാൻ യോഗമുണ്ട്. മക്കളില്ലാത്തവർക്കും മരുന്നും മന്ത്രവും രണ്ടും ചെയ്താൽ നമുക്ക് മക്കളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഉള്ള മക്കൾക്ക് നല്ല ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ കിട്ടും. പിന്നെ കന്നിരാശിക്കാർ കൂടുതലും വിദേശ യാത്ര താല്പര്യമുള്ളവരാണ്. നല്ല വിസകളും നല്ല അവസരങ്ങളും ഉണ്ടെങ്കിൽ മാത്രം വിദേശത്ത് പോകണം. കാരണം വിദേശത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് അവിടെ ജോലിയില്ല, പൈസയില്ല എന്നൊക്കെ പറയുന്ന വിഷമതകൾ പറയുന്നുണ്ട്. എല്ലാ സ്ഥലത്തും കോൺട്രാക്റ്റും വിസയും ഒക്കെ ആളൊക്കെ ഒരു പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജോലി ഉണ്ടെങ്കിൽ, പൈസ ഉണ്ടെങ്കിൽ, നല്ല വിസയാണ്, അവസരമാണെങ്കിൽ പോയാൽ രക്ഷപ്പെടാം. ഇല്ലാതെ അവിടെ ചെന്നിട്ട് ജോലി കിട്ടാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു അവസരം പറഞ്ഞത്. അപ്പം നമുക്ക് 10ലെ വേഴം കൊള്ളാം. 10ന്ന് വേഴം 11ലാണ് ഈ വരുന്ന ഡിസംബർ 5-ാം തീയതി വരെ ഉള്ളത്. ഒരു 8 മാസം കഴിയുമ്പോൾ പിന്നെ വേഴം വീണ്ടും മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് വരുമ്പോഴും വലിയ നേട്ടം കിട്ടും. അപ്പോൾ വേഴം 11 വരുന്ന സമയം സർവാഭീഷ്ടഗാഗമോ ജ്യേഷ്ഠപ്രാത നിജാത്മജ വാമകർണോ അർത്ഥരാവശ ചിന്ത്യാത് ഏകാദശാദിമേ. സർവാഭീഷ്ടാഗമോ, ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ചിട്ട് പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയില്ല എന്ന് വിഷമിക്കുന്നവർക്കൊരവസരമാണ്. അഭീഷ്ട കാര്യങ്ങൾ നേടിക്കിട്ടും. ജ്യേഷ്ഠന്മാരെ കൊണ്ടും പ്രാതാവ് അമ്മ പെറ്റ മക്കളെ കൊണ്ടും സഹായം കിട്ടും. അർത്ഥലാഭം, നിറയെ പൈസ കിട്ടും. ചിന്ത്യാത് ഏകാദശാദിമേ. ഏകാദശേക 1, ദശം 10, 11 ലാഭങ്ങളും ഐശ്വര്യങ്ങളും സുഹൃതങ്ങളൊക്കെ കിട്ടും. മനസ്സിന് സുഖവും ശരീരത്തിന് സുഖവും ജീവിത നേട്ടങ്ങളും സന്തതിക്കും സമ്പത്തിനും ഒക്കെ ഐശ്വര്യവും ഒക്കെ കിട്ടും. ഒരു പഥ്യമില്ലാത്ത ഒരാളിന് അമ്പലത്തിൽ പോകണം, ദൈവങ്ങളെ തൊഴണം. ദേവാചാരങ്ങൾ, പുണ്യസ്ഥലങ്ങൾ, ദർശനങ്ങൾ, മക്കളും മരുമക്കളും ചെറുമക്കളും കുടുംബ ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഒന്നിച്ച് സ്നേഹിച്ച് സന്തോഷിച്ച് ജീവിക്കാനുള്ള അവസരങ്ങൾ, നേട്ടങ്ങളൊക്കെ കിട്ടും. അതേപോലെ എന്തെങ്കിലും പുതിയൊരു പരിപാടി തുടങ്ങിയാൽ വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ അത് വിജയിക്കും. അതേപോലെ വലിയ നേട്ടങ്ങളും പ്രതീക്ഷകളും ഒക്കെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. പിന്നെ കണ്ടക ശനി എന്ന് പറയുന്ന ഒരു ദോഷമുണ്ട്. ശനി 7 നിൽക്കുകയാണ്. അതുകൊണ്ട് വിവാഹ തടസ്സങ്ങളും വിവാഹം നടന്നവർക്ക് ബന്ധം വേണം വേണ്ട എന്നുള്ള ചിന്തകളും വാശികളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കണം. രാഹു 6 നിൽക്കുന്നത് കൊണ്ട് ചെറിയ രോഗപീഠകളും ശത്രുക്കളും അപവാദങ്ങളും കേട്ടുകൊണ്ടിരിക്കും. ഇതെന്തൊരു പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങാതെ ഇരുന്നാൽ കുഴപ്പമില്ല.
കാരണം ആളുകൾ എന്തൊരു പറഞ്ഞാലും നമുക്ക് നമ്മളെ അറിയാം, നമ്മളെ കുടുംബക്കാർക്ക് നമ്മളെ അറിയാം. നമ്മൾ നല്ലതായിട്ട് ചിന്തിച്ച് ശ്രദ്ധിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുള്ളൂ. എങ്കിലും ഈ പാരകളും ശത്രുക്കളും ഒരു മനുഷ്യൻ്റെ മനസ്സിനെ അടിച്ച് തകർത്ത് കളയും. ഇല്ല സുനാമി എന്നല്ല അടിച്ചുകൊണ്ട് പോകുന്നത് പോലെ. ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സുഖം ഏതെന്ന് വെച്ചാൽ മനസ്സുഖമാണ്. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ മാനസിക രോഗിയെപ്പോലുള്ള ടെൻഷൻസ് ഉണ്ടാകും. രാഹുവിൻ്റെ കുഴപ്പമോ അനിഷ്ട രാശികളിൽ സഞ്ചരിക്കുന്ന സമയമൊക്കെ നമുക്ക് ഓർത്തോ ന്യൂറോ ഗ്യാസ്ട്രോ സൈക്കോ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകും. മുട്ടുവേദന, നടുവേദന, കാലുവേദന, ശത്രുക്കൾ. സൈക്കോ എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ മുന്തിയാ കുഴപ്പം, മുന്തിയിലേക്ക് കുഴപ്പം, സ്നേഹിച്ചാ കുഴപ്പം, സ്നേഹിച്ചിലേക്ക് കുഴപ്പം. എന്ത് പറഞ്ഞാലും നമ്മൾ വഴക്കുണ്ടാക്കുന്നതായിട്ട് അവരങ്ങ് ചിന്തിക്കും. അതുകൊണ്ട് അവരെന്തിനോ ചിന്തിച്ചോട്ട് നമ്മളെ സ്നേഹം കാണിച്ച് നമ്മളെ വെറുക്കണവരോട് പോലും നമ്മൾ സ്നേഹം കാണിച്ച് മയറ്റി നിൽക്കുമ്പോൾ അവർക്ക് നമ്മളോടുള്ള വിരോധം കൂടൂല, സ്നേഹം കൂടി കൂടി വരും. അതുകൊണ്ട് നാഗർക്ക് വഴിപാട്, ശാസ്താവിന്, ഹനുമാന്, കാലഭൈരവന് ഒക്കെ പരിഹാര പൂജകളൊക്കെ ചെയ്യാം. ശബരിമല പോകുന്നവർക്ക് പോവാം, വീട്ടിൻ്റെ അടുത്തുള്ള ശാസ്താ ക്ഷേത്രത്തിൽ പോവാം. അപ്പം അങ്ങനെ ശബരിമല പെണ്ണുങ്ങൾക്ക് പോകാൻ അവസരം കുറവായതുകൊണ്ട് നെത്തേങ്ങയൊക്കെ കൊടുത്തു വിടാം. ഭഗവാനെ ഭജിച്ച ഈ കുടുംബ പ്രശ്നങ്ങൾ മാറും. ദീർഘസുമംഗലി പൂജ, ഐശ്വര്യ പൂജ, കല്യാണം നടക്കാത്തവർക്ക് സ്വയംവര പൂജ, ഇതൊക്കെ ചെയ്യണം. ബന്ധം ഒഴിപ്പിക്കാൻ നിൽക്കുന്നവർക്ക് ദീർഘമാംഗല്യ പൂജ, ഉമാ മഹേശ്വര പൂജ, ലക്ഷ്മി വിഷ്ണു പൂജകളൊക്കെ, ലക്ഷ്മി നാരായണ പൂജ അല്ലെങ്കിൽ ലക്ഷ്മി വിഷ്ണു പൂജ, ഇതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ മാറും. ഒരുപാട് പ്രശ്നങ്ങൾ മാറി സ്വസ്ഥതയും കിട്ടും, സമാധാനവും കിട്ടും, സന്തോഷവും കിട്ടും. നമുക്കങ്ങനെ വലിയ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് പറ്റും. പിന്നെ ഇവർക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ചെറിയ ആഗ്രഹങ്ങളാണ്. ഉള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ശ്രമിച്ചാൽ വളരെ വേഗത്തിൽ പറ്റും. കാരണം അധിക സമയത്തിൽ നമുക്കൊന്നും നേടാൻ പറ്റില്ല. നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ ജാതകം നോക്കണം. അത് നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഐശ്വര്യവും അപൂർത്തിയും പുരോഗതികളും വീട്, വസ്തുധനം, പണം, ഭാഗ്യമൊക്കെ കിട്ടും. കാരണം വേഗം 10ലും 11ലും നിൽക്കുന്ന സമയം സർവ്വ നേട്ടങ്ങളും കിട്ടുമെന്നാണ്. അപ്പം അങ്ങനെ ഐശ്വര്യങ്ങളും അപൂർത്തികളൊക്കെ കിട്ടും. അതേസമയം ജാതകത്തിൽ നമുക്ക് വല്ല ഗ്രഹപ്പിഴവുണ്ട്, സമയദോഷം ഉണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ജാതകത്തിൽ 12, 8, 6, 3 വേറെ നിൽക്കുന്നവർക്ക് ഭാഗ്യക്കുറവുണ്ടാകും. അതിൻ്റെ കാരണം ഈശ്വരാനുകൂല്യം കുറവാണ്. ഈശ്വരാനുകൂല്യം കുറയാനുള്ള ജാതകത്തിലുള്ള ദോഷത്തിൻ്റെ റീസൺ എന്ന് പറയുന്നത് കുടുംബദേവന്മാരുടെ പ്രീതി ജനിച്ചപ്പോഴേ ഇല്ലാത്തതാണ്. കുടുംബക്കാർ പണ്ടേ ദേവന്മാരെയൊക്കെ ഉപേക്ഷിച്ച് നാടും വീടും വിട്ട് ജാതിയും വിട്ട് മതവും വിട്ട് പലവരും പോകുമ്പോഴാണ് ദൈവങ്ങളുടെ അനുഗ്രഹം ഇല്ലാത്ത പരമ്പരയും സന്തതിയും ജനിക്കുന്നത്. അതുകൊണ്ട് കുടുംബദേവന്മാർക്കും വഴിപാടും പൂജകളും കാര്യങ്ങളും സർപ്പപൂജ, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഐശ്വര്യം ഉണ്ടാകും. അപ്പോൾ ജാതകം പരിശോധിക്കുന്നതിന് വേണ്ടി ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസ് ഇതൊക്കെ അയച്ചു തരേണ്ടതായിട്ടുണ്ട്. കാരണം ഒരുപാട് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ഫീസിൻ്റെ കാര്യം പറയുമ്പോൾ അവർക്ക് നോക്കണ്ട എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഫീസ് നമുക്ക് ഏത് ജോലി ചെയ്യുന്നവർക്കും ഫീസ് കൊടുത്താലല്ലേ പറ്റൂ. ആരെങ്കിലും സൗജന്യമായിട്ട് നമുക്കൊരു ജോലി ചെയ്യണവർ സൗജന്യമായിട്ട് എങ്ങനെ ചെയ്തു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് സമയം വേണം, നിങ്ങളുടെ ഗൃഹനില ഗണിക്കണം, ഫോണിൽ കൂടെ പറഞ്ഞു തരണം. അപ്പോൾ അത് ജോലിയുള്ളതാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നതല്ല. കാര്യമായ രീതിയിൽ നോക്കി തരണമെങ്കിൽ ഫീസും കൂടെ തരണം. അതൊരു കുറ്റമായിട്ടാ തെറ്റായിട്ടാ ധരിക്കരുത്. നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ പരദേവതാ സ്ഥാനം കാലഭൈരവ ക്ഷേത്രത്തിൽ അമാവാസി തോറും കർത്തവാവിൻ്റെ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയോമം. ആ സമയങ്ങളിൽ തന്നെ ബലിയുണ്ട്, തിലഹോമമുണ്ട്, പിതൃക്കൾക്കുള്ള മോക്ഷഗതിക്കുള്ള പൂജകളൊക്കെ ഉണ്ട്. 4 മണിക്ക് യമരാജ ഹോമമുണ്ട്, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ പാല്, തൈര്, വെണ്ണ, കളവ, കുങ്കുമം, ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ, പൂജകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് കാലഭൈരവ സ്വാമിയോടും പത്മനാഭ സ്വാമിയോടും ദേവിമാരോടും എല്ലാവരോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.